മണിമലക്കുന്ന് കൊട്ടാരം തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാറാണിയായിരുന്ന റീജന്റ് സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ കൊട്ടാരം. ഈ കൊട്ടാരം അവർ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി എന്നാണ് കേട്ടത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് നിലവിൽ ഈ കൊട്ടാരം. ഉപേക്ഷിച്ച കൊട്ടാരം എങ്ങനെ സ്വകാര്യ വ്യക്തിക്ക് സ്വന്തമായി? മക്കളെ കാലശേഷം കഴിഞ്ഞാലും ഇത് കൈമോശം വന്നു പോകാതിരിക്കാൻ മക്കളുടെ പേർക്കിന് വരെ അതിന് അധികാരമുള്ളതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഈ കൊട്ടാരം കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റേ വെളിയിൽ അങ്ങനെ വിൽക്കാൻ പാടില്ല എന്നൊരു ഭയങ്കര ആഗ്രഹമാണ്. ഐവറി ത്രോൺ അഥവാ ദന്തസിംഹാസനം എന്ന പുസ്തകം എഴുതി മനോജ് പിള്ള തിരുവിതാംകൂറിന്റെ അവസാനത്തെ മഹാറാണിയായിരുന്ന റീജന്റ് സേതുലക്ഷ്മി ബായിയെ പറ്റി ഒരു പുസ്തകം എഴുതി. ആ ഒരു പുസ്തകത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടോ അല്ലയോ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ കാണാൻ സാധിച്ചു. വളരെ മുമ്പാണ് ആ ഇന്റർവ്യൂ കണ്ടത്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് സേതുലക്ഷ്മി ബായി എന്ന തമ്പുരാട്ടിക്ക് നിരവധി കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവർ അതെല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഒരിക്കലും അവർ തിരുവിതാംകൂറിലേക്ക് തിരിച്ചു വന്നില്ല. മനോവ്യഥയോടുകൂടിയാണ് ആ തമ്പുരാട്ടി തിരുവിതാംകൂർ വിടുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ച സമയത്ത് അവിടെ ഉമ്മിണി തങ്കയുടെ കോപാഗ്നി അല്ലെങ്കിൽ ശാപാഗ്നി മാത്രമല്ല മറ്റൊരു സ്ത്രീയുടെ കണ്ണീര് കൂടി അവിടെ ഉണ്ട് എന്ന് പ്രശ്നവശാൽ തെളിഞ്ഞു. അത് ഈ സേതുലക്ഷ്മി ഭായിയുടേതാവാം എന്നും അവർ പറയുന്നുണ്ട്. മനു എസ് പിള്ള പറയുന്നത് പോലെ തിരുവിതാംകൂറിലെ അവസാനത്തെ റീജന്റ് മഹാറാണി അവരുടെ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ചിട്ടാണോ ബാംഗ്ലൂരിലേക്ക് പോയത്? അവർക്ക് ധാരാളം കൊട്ടാരങ്ങളുണ്ടായിരുന്നു. കോവളത്തെ കൊട്ടാരമുണ്ടായിരുന്നു, വെള്ളായണിയിലൊരു കൊട്ടാരം, നമ്മുടെ പൂജപ്പുരയിലെ സെതൽമെന്റ് കൊട്ടാരം, അതുപോലെ തന്നെ പോത്തൻകോട് മണിമലക്കുന്ന് കൊട്ടാരം. എന്തായാലും നമുക്ക് മണിമലക്കുന്ന് കൊട്ടാരത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കൊട്ടാരത്തിന്റെ ചരിത്രവും ആ കൊട്ടാരം ഇപ്പോൾ ആരുടെ കൈവശമാണെന്നും അതവർ ഉപേക്ഷിച്ച് പോയതാണോ എന്നുമൊക്കെ ഒന്ന് നോക്കാം. മനു എസ് പിള്ളയുടെ ഭാഷ കടമെടുത്താൽ തന്നെ ഭൂത് ബംഗ്ലാവ് പോലെ ഒരു കൊട്ടാരം. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അതിമനോഹരമായൊരു കൊട്ടാരമായിട്ടാണ് ഇതിനെ അടുത്തറിഞ്ഞപ്പോൾ തോന്നിയത്. ഒരു കുന്നിന് മുകളിൽ കരിങ്കല്ലുകൾ വെട്ടിയുണ്ടാക്കി ഇന്റർലോക്ക് രീതിയിൽ അടുക്കി ഉറപ്പോടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം. കേവലം 7 വർഷക്കാലം രാജ്യം ഭരിച്ച ഒരു മഹാറാണി, അതും പകരക്കാരിയായി. അവർക്ക് ഇത്രയധികം കൊട്ടാരങ്ങൾ എങ്ങനെ കൈവന്നു? അതിന്റെ വിശദീകരണം മനു എസ് പിള്ള നൽകുന്നത് ഇങ്ങനെയാണ്. തന്റെ റീജൻസി കാലഘട്ടത്തിന്റെ അവസാന നാളുകളിൽ തന്റെയും കുട്ടികളുടെയും ആവശ്യത്തിലേക്കായി പല സ്വകാര്യ ഭൂമികളും അവർ സമ്പാദിച്ചിരുന്നു. അധികാരം ഒഴിഞ്ഞതിനു ശേഷം 1938 വരെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പറ്റാവുന്നത്ര അകന്നു കഴിയാനാണ് അവർ ആഗ്രഹിച്ചത്. ആർക്കും അറിയാതെ അതിസുന്ദരങ്ങളായ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ എൻ്റെ അച്ഛനമ്മമാർ വിദഗ്ധരായിരുന്നു എന്ന് പ്രിൻസസ് ഇന്ദിര പിന്നീട് പറയുകയുണ്ടായി. വശ്യതയാർന്ന വാസ്തുവിദ്യാ ശൈലികളിൽ കുറച്ച് അറിവുണ്ടായതിനാൽ കെട്ടിടം പണിയുടെ ചുമതല രാമവർമ്മ ഏറ്റെടുക്കും. അതായത് സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ ഭർത്താവ് രാമവർമ്മ കോയിത്തമ്പുരാൻ. ഇതിൽ ചില കൊട്ടാരങ്ങളൊക്കെ രാമവർമ്മ കോയിത്തമ്പുരാൻ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇന്റർവ്യൂവിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും പുസ്തകത്തിൽ ഇതിന്റെ വിൽപ്പനയെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ മനു പറയുന്നുണ്ട്. പ്രതാപകാലത്തിനു ശേഷം സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടി തന്റെ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്ന തെറ്റിദ്ധാരണയ്ക്ക് കൃത്യമായ തിരുത്തൽ നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകം. ഉപയോഗിക്കാതെ കിടന്ന സ്വത്തുക്കൾ സാമ്പത്തിക ബാധ്യതയായപ്പോഴും മാറിവന്ന ഭരണ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ മൂലവുമാണ് ഈ കൊട്ടാരങ്ങളിൽ പലതും കൈമാറ്റം ചെയ്യപ്പെട്ടത്. 1952 മൂത്ത മകൾ ഇന്ദിരയ്ക്ക് നൽകിയിരുന്ന പീരുമേട്ടിലെ സ്ഥലവും ലളിതാംബാബായിയുടെ പേരിലുണ്ടായിരുന്ന ദേവികുളത്തെ ഭൂമിയും അവർ വിറ്റു. തുടർന്ന് തിരുവനന്തപുരത്തെ വെള്ളായണിയിലുള്ള ലാൻഡിൽ ലോ കൊട്ടാരവും അതിനോടനുബന്ധിച്ച 100 ഏക്കർ പറമ്പും കാർഷിക സർവകലാശാലയ്ക്ക് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും 1955 ജൂലൈയിൽ ഒടുവിൽ 9 ലക്ഷം രൂപ നഷ്ടപരിഹാര തുകയ്ക്ക് അവരത് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. പിൽക്കാലത്ത് 1964 കോവളത്തുള്ള ഹാൽസിയൻ കാസിൽ വെറും 5.26 ലക്ഷം രൂപയ്ക്ക് സർക്കാർ അക്വയർ ചെയ്തതും അവർക്ക് വലിയ മനോവിഷമങ്ങൾക്കിടയായി എന്ന് പറഞ്ഞാൽ പോത്തൻകോട് സ്ഥിതി ചെയ്തിരുന്ന നമ്മൾ ഈ കാണുന്ന മണിമലക്കുന്ന് കൊട്ടാരം ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റ് നീക്കത്തെ അവരുടെ ഭർത്താവായ രാമവർമ്മ കോയിത്തമ്പുരാൻ ശക്തമായ വാക്കുകളിലൂടെ എതിർത്തു തോൽപ്പിച്ചു. തന്മൂലം ആ കൊട്ടാരം അന്ന് വിട്ടുകൊടുക്കേണ്ടി വന്നില്ല. എന്നാൽ 1970കളുടെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം പിൻതലമുറക്കാർ ആ കൊട്ടാരം വിൽക്കുകയായിരുന്നു. അതായത് നമ്മൾ ഇനി കാണാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾക്ക് കൈമാറുകയായിരുന്നു. അതും വിലയ്ക്ക് കൈമാറുക. കൊട്ടാരങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ മഹാറാണിയുടെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു ഏടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത്
പൂജപ്പുരയിലെ സെതൽമണ്ട് കൊട്ടാരം. സീനിയർ മഹാറാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടി ഒടുവിൽ തിരുവനന്തപുരം വിട്ടുപോകുന്നതുവരെയുള്ള സങ്കട നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതും അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്നതുമായ വസതി. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, മറ്റു കൊട്ടാരങ്ങളെ പോലെ ഇത് വിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമായി കൈമാറണമെന്ന് പറയാനും സാധിച്ചില്ല. അതിൻ്റെ കാരണം ഔദ്യോഗികമായി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ പേരിൽ ചേർക്കപ്പെട്ടിരുന്ന ഈ കെട്ടിടത്തിൻ്റെ കരമടച്ചിരുന്നത് രാജാവ് തന്നെയായിരുന്നു. പിൽക്കാലത്ത് ഈ വിഷയത്തിലുണ്ടായ തെറ്റിദ്ധാരണകൾക്ക് ചരിത്രപരമായി വെളിച്ചം വീശുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ ശ്രീചിത്രഗാഥ എന്ന പുസ്തകമാണ്. സേതുലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ ജാമാതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ചുകൊള്ളാം എന്ന വ്യവസ്ഥയിൽ കൊട്ടാരം മഹാറാണിക്ക് സമ്മാനിക്കാൻ മഹാരാജാവ് സന്നദ്ധനാകുകയായിരുന്നു. ഇതനുസരിച്ച് പ്രശസ്ത അഭിഭാഷകനായ ജാമാതാവ് കെ വർമ്മ രേഖകളിൽ ഒപ്പിടാനായി മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയെങ്കിൽ അവസാന നിമിഷം ബാംഗ്ലൂരിലേക്ക് തിരിക്കണമെന്ന സന്ദേശം വന്നതോടെ പദ്ധതി നാടകീയമായി വിഫലമാവുകയായിരുന്നു എന്ന് ശ്രീ ചിത്രഗാഥ എന്ന പുസ്തകത്തിൽ തമ്പുരാട്ടി പറയുന്നു. ആ പ്രൗഢ മന്ദിരം ഇന്ന് ലോക പ്രശസ്തമായ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന മഹത്തായ സ്ഥാപനമായി മാറി അനേകായിരം മനുഷ്യജീവനുകൾക്ക് തണലേകുന്നു. മണിമലക്കുന്ന് കൊട്ടാരത്തിന്റെ നിലവിലെ അവകാശികളെ തേടി ഞാൻ കുറെ അലഞ്ഞിട്ടുണ്ട്. ആ ഒരു യഥാർത്ഥ ചരിത്രം അറിയണമെന്ന് വെച്ചു തന്നെ ആദ്യമൊന്നും ഞാൻ ഈ മനു എസ് പിള്ളയുടെ പുസ്തകം വായിച്ചിരുന്നില്ല, ഇന്റർവ്യൂ മാത്രമാണ് കണ്ടത്. ഒടുവിൽ മണിമലക്കുന്ന് കൊട്ടാരത്തിന്റെ നിലവിലെ അവകാശികളെ ഞാൻ ചിറയൻകീഴിലെത്തി ത്രിവേണി എന്ന അവരുടെ വാസഗൃഹത്തിലെത്തി അവരെ കണ്ടു. ഈ അമ്മയാണ് ഉമാദേവി. തമ്പുരാട്ടിയല്ല, പക്ഷേ മണിമലക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവകാശിയാണ്. അമ്മയുടെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാവോ? ആ കൊട്ടാരം, തിരുവിതാംകൂറിൻ്റെ ഒരു കൊട്ടാരം അക്കാലത്ത് വാങ്ങുമ്പോഴുണ്ടായ ആ ഓർമ്മകൾ. ഞങ്ങളന്ന് പുറത്തായിരുന്നു. എൻ്റെ ഭർത്താവ് ഹരിദാസാണ് കൊട്ടാരം വാങ്ങുന്നത്. കൊട്ടാരവും ആ പരിസര സ്ഥലവും 1978. കൊട്ടാരം മാത്രമല്ലല്ലോ വാങ്ങിയത്, ആ വസ്തുവകകളും വാങ്ങിയല്ലോ. അന്ന് അവിടെ എന്തായിരുന്നു? അതെ, മൊത്തം റബ്ബറായിരുന്നു. വാങ്ങിയ ശേഷം അവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഞാൻ ചിറയൻകീഴ്. ഞങ്ങൾ ദുബൈയിലായിരുന്നു. ഭർത്താവിന് ബിസിനസ്സായിരുന്നു. ഇത് വാങ്ങാനുണ്ടായ കാരണം എന്തായിരുന്നു? ബിസിനസ്സിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിപ്പോയാൽ കൈമോശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്, 3 മക്കളുടെ പേരിലായിട്ട്. അപ്പം മൈനറായതുകൊണ്ട് ഒരു കാരണവശാലും വിൽക്കാൻ പറ്റില്ല. ഇത്രയും കാലം, അതായത് 1978 അത് വാങ്ങുന്നത്. രജിസ്ട്രേഷൻ. ഭൂമിയൊക്കെ കുറച്ച് വിറ്റെങ്കിലും കൊട്ടാരം ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. മക്കളെ കാലശേഷം കഴിഞ്ഞാലും ഇത് കൈമോശം വന്നു പോകാതിരിക്കാൻ മക്കളുടെ പേർക്കിന് വരെ അതിന് അധികാരമുള്ളതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം വേറെ ആർക്കും അത് വിറ്റ് പോകാൻ പറ്റില്ല. കുറേയേറെ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂളും നടത്തിയിട്ടുണ്ട് അവിടെ തന്നെ. കോവിഡൊക്കെ വന്നപ്പോഴാണ് ആ സ്കൂളൊക്കെ അതിന് ഒരു 2 വർഷം മുമ്പേ മതിയാക്കി. നിലവിൽ പല കാരണങ്ങൾ കൊണ്ടും കൊട്ടാരത്തിന് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതിന്റെ പുനരുദ്ധാരണം ഉടനെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി പറയാമോ? എൻ്റെ 3 മക്കളും കൂടെ യോജിച്ച് അവരതിനെ പുനരുദ്ധരിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. എത്രയും പെട്ടെന്ന് അത് നടത്തുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പഴയതിനെക്കാട്ടി നല്ല നിലയിൽ ഉള്ള ഒരു കൊട്ടാരമായി രൂപാന്തരപ്പെടുത്താനാണ് എൻ്റെ മക്കൾ 3 പേരും കൂടി സഹകരിക്കുന്നത്. എൻ്റെ പേര് സനൽ. ഞാൻ അമ്മയുടെ 2ാമത്തെ മകൻ. പുറത്തായിരുന്നു, ദുബായിലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നാട്ടിലുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മാസം കൊണ്ട് കാണാതെ തിരിച്ചു പോകും. സാധാരണ ഒരു വീട് വാങ്ങുന്നത് പോലെയല്ല, തിരുവിതാംകൂറിൻ്റെ ഒരു കൊട്ടാരമൊക്കെ സ്വന്തമാക്കുന്നു അച്ഛൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികളായിരുന്നു എങ്കിലും ആ ഒരു ഓർമ്മകൾ എന്തായിരുന്നു? എൻ്റെ ഓർമ്മയിൽ അച്ഛൻ ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ വാങ്ങിച്ചത്. എനിക്കൊരു 6 or 7 വയസ്സായിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ വാങ്ങിയതാണ്. അന്ന് അമ്മയുടെ പേരിലും ഞങ്ങൾ 3 മക്കളായി, ഞാനും എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ അനുജത്തിയുടെയും പേർക്കായിരുന്നു ഇത് വാങ്ങിയത്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ കൊട്ടാരത്തിൽ പോകുമായിരുന്നു. പിന്നെ എൻ്റെ ചിറ്റപ്പനുണ്ടായിരുന്നു. ചിറ്റപ്പനായിരുന്നു അച്ഛനിത് നോക്കാൻ ഏർപ്പെടുത്തിയിരുന്നത്. ആദ്യം അമ്മയുടെ അച്ഛനായിരുന്നു, എൻ്റെ അച്ചാച്ചനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ചിറ്റപ്പൻ എയർഫോഴ്സിലായിരുന്നു. പുള്ളിക്കാരൻ അവിടെ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് കൊട്ടാരെല്ലാം നോക്കി കൊണ്ടുപോകാനായിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോഴൊക്കെ എല്ലാ ആഴ്ചയും ഞങ്ങൾ കുടുംബസമേതം അവിടെ പോയി ചിലവഴിക്കുമായിരുന്നു. രാവിലെ പോയിട്ട് വൈകുന്നേരം ഭക്ഷണമൊക്കെ
ഒന്നിലും ഉണ്ടാക്കിക്കൊണ്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ തന്നെ ഞങ്ങൾ പാചകം ചെയ്ത് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ പല വീക്കെൻഡ്സും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമ ഷൂട്ടിങ്ങിന് കൊടുക്കുമായിരുന്നു. ഒരുപാട് സിനിമയ്ക്ക് ഷൂട്ടിങ് അവിടെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏതൻ തോട്ടം ചെയ്തിട്ടുണ്ട്, പിന്നെ മദ്രാസിലെ മോൻ, പിന്നെ തച്ചോളി വർഗീസ് ജയവകർ, അങ്ങനത്തെ കുറേ പടങ്ങൾ. പിന്നെ ഇത് കൂടാതെ നേരത്തെ ഏതൻ തോട്ടത്തിന് ആ സമയത്ത് തന്നെ വേറെ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേര് ശരിക്കും ഓർമ്മ വരുന്നില്ല. അന്നൊക്കെ ഈ സിനിമാ നടന്മാരെ കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഒരു ഹരമായിരുന്നു. ഉദാഹരണത്തിന് സോമനൊക്കെ ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ച്. വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ചെറുപ്പം അങ്ങനെ കുറേ കഴിഞ്ഞു. അതെല്ലാം ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു സ്ഥിര താമസം ദുബായിൽ. അവിടുത്തെ ജോലിയും വിവാഹം കഴിച്ചിട്ടായാലും ഞങ്ങൾ അങ്ങനെ തന്നെ പോയി സെറ്റിലായത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ ഒരു തവണ, മാസത്തിൽ ഒരു മാസം ഇവിടെ വരും. അങ്ങനെ വീട്ടിൽ തന്നെ കാണും. അപ്പം വല്ലപ്പോഴും കൂടി അവിടെ ഒന്ന് പോയി നോക്കും. അല്ലാതെ അവിടെ സ്ഥിരമായിട്ടൊന്നും പോക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ ചേട്ടൻ നാട്ടിൽ വന്നതിന് ശേഷം ചേട്ടൻ നോക്കുമായിരുന്നു കുറച്ച് നാൾ. ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ, ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ തീരുമാനിച്ചു ഇതൊന്ന് റെനോവേറ്റ് ചെയ്യണമെന്ന്. കാരണം കുറച്ച് ഭാഗങ്ങളെല്ലാം അവിടെ ഇടിഞ്ഞ് കിടക്കുമായിരുന്നു. കുറേ വർഷമായില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഇന്ന് ഈ വരുന്ന അടുത്ത മാസം അല്ലെങ്കിൽ ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ അത് മൊത്തം റെനോവേറ്റ് ചെയ്ത് അത് പഴയതിനെക്കാട്ടിലും അത് അതിൻ്റെ അത്ര എത്തിക്കാൻ ഒത്തില്ലെങ്കിലും പഴയ ആ ഒരു പ്രതിഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമുണ്ട്. ലൈറ്റും ഒക്കെ റെഡിയാക്കി, ബൗണ്ടറി വാളും ഒക്കെ കെട്ടി സുരക്ഷിതമായിട്ട്. അവിടെ ആക്ച്വലി അത് ഒരു ചെറിയൊരു ഇതാണ് ആ ഒരു കുളം പറഞ്ഞിരിക്കുന്നത്. ആ താമര, അതെ, 2 നക്ഷത്ര കുളങ്ങൾ, അതെ, 2 അപ്പുറവും ഇപ്പുറമായിട്ട്. അതെ. അവിടെ ആയിരുന്നു താമരക്കുളവും പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെമ്പകത്തിൻ്റെ മരം ഇപ്പോഴും ഉണ്ട്. വെള്ളച്ചെമ്പകവും മഞ്ഞച്ചെമ്പകവും. ചെറുപ്പം കാലത്തും ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് പൂ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണമാണ്. സ്മെല്ലാന്ന് വെച്ചാൽ ഭയങ്കര നല്ല, ആ ഏരിയയിൽ ചെല്ലുമ്പോഴത്തന്നെ അറിയാം ചെമ്പകം പൂത്ത് നിൽക്കുകയാണ്. അത്രയ്ക്ക് നല്ല മണമായിരുന്നു അവിടെ. ആ ഓർമ്മകളൊക്കെ വെച്ച് നമ്മളും ഇപ്പോൾ വലുതായി, ഇപ്പോൾ ഞങ്ങളെ മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയിപ്പം മുന്നോട്ടുള്ള അവരാണ് നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്ലാൻ ഇട്ടതാണ്. എല്ലാം ഒന്ന് റെനോവേറ്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും. കൊട്ടാരത്തിൻ്റെ അടുക്കള 2-3 മുറി ഉണ്ടായിരുന്നു അവിടെ ഇവർക്ക് സേവകർക്ക് താമസിക്കാനായിട്ടുള്ളത്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന ചെറിയങ്കിൽ തന്നെയാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷീജ. എനിക്ക് 2 മക്കളാണ്. ഒരു ആൺകുട്ടിയും ഒരു മകളും, ഒരു മോനും ഒരു മോളും. മോനിപ്പോൾ ദുബായിലാണ്. അപ്പോൾ മോൻ വരുമ്പോഴത്തേക്ക് മോനെയും മോളെയും അവർ 2 പേരും കൂടെ ഇങ്ങനെ കൊട്ടാരത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പോയപ്പോഴത്തേക്കും ഞാനവിടെ ആയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ കൊട്ടാരത്തിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് പണികൾ, അവിടെയൊക്കെ ഇടിഞ്ഞ് കിടക്കുവാണ്. അതെങ്ങനെയെങ്കിലും അതൊന്ന് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതായിരിക്കും. അല്ല ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നു ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ 3 സഹോദരങ്ങളും കൂടെ തീരുമാനിച്ചതില്ല. അവരെ മക്കളും ഇത് തന്നെ പറഞ്ഞ് എൻ്റെ അടുത്തായാലും അവരച്ഛൻ്റെ അമ്മയുടെ അടുത്തായാലും അവരിത് തന്നെ പറയാം, നമുക്കതൊന്ന് റിനോവേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞങ്ങളും ഇത് കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു. അപ്പം ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 പേരും കൂടെ ചേർന്നിരുന്ന് എടുത്തൊരു തീരുമാനമാണ്. നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ അത് റിനോവേറ്റ് ചെയ്ത് പഴയ പ്രതിഭയിലേക്ക് കൊണ്ടുവരാമെന്ന്. ഇതിന്റെ പ്രമാണം തയ്യാറാക്കിയത് ഇതൊരിക്കലും പൊളിക്കരുത്, കൊട്ടാരം പൊളിക്കരുത് എന്നുള്ള രീതിയിലാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം ഇപ്പം കൊട്ടാരം വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചെന്ന് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഇതല്ലല്ലോ. അപ്പം അങ്ങനെ അച്ഛനിത് ഒരു ഭാഗ്യം കിട്ടി, പുള്ളി വാങ്ങി. അപ്പോൾ പുള്ളി വാങ്ങിയ ആ സമയത്ത് തന്നെ അച്ഛനൊരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കൊട്ടാരം കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റേ വെളിയിൽ അങ്ങനെ വിൽക്കാൻ പാടില്ല എന്നൊരു ഇത് പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നമ്മളെ കുടുംബത്തിൽ തന്നെ ഈ കൊട്ടാരം നിൽക്കണമുള്ള കാലം മൊത്തവും കൊട്ടാരത്തിൻ്റെ ഇത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണമെന്നുള്ള രീതിയിൽ അച്ഛൻ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ, വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഉടമ്പടി പ്രകാരം മണിമലക്കുന്ന് കൊട്ടാരം ഈ കുടുംബത്തിൽ ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരം അർഹതപ്പെട്ട കരങ്ങളിലേക്കാണ് വന്നു ചേർന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുമ്പോൾ
ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും ചരിത്രത്തിൽ അവശേഷിക്കുന്നുണ്ട്. റീജന്റ് മഹാറാണി എന്തുകൊണ്ടാണ് ഇവിടെ തിരുവിതാംകൂർ ഉപേക്ഷിച്ച് ബാംഗ്ലൂർക്ക് പോയത്? അത് ജൂനിയർ റാണിയുമായുള്ള പിണക്കം കൊണ്ടാണോ, അതോ മറ്റു ചില കാരണങ്ങൾ, ശക്തമായ കാരണങ്ങൾ അതിനു പിന്നിലുണ്ടായിരുന്നു? ആ ചരിത്രം അറിയണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.